പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മബന്ധത്തിൻ്റെ ശാന്തസ്വരത്തിനായി താതൻ്റെ മാർവിലായി ചാരിടുവാൻ ഒരു മാത്ര കണ്ണിമയിൽ കഷ്ടമായാലും നിത്യമായി ചേർത്തണയ്ക്കും ദൈവസന്നിധേ, കാലാവസാനം കൂടെ വാഴും സവിധേ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ നാളുകൾ നമ്മളൊന്ന് സ്മരിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകൾ, കഷ്ടതകൾ ഒന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും സാമീപ്യമാണ് നമ്മളിൽ പകരുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് യേശുനാഥൻ ക്രൂസിൽ ചൊരിഞ്ഞ 7 വാക്യങ്ങളെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് അവസാനത്തെ ആ മൊഴി ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കട്ടെ. ലൂക്കോസിലെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നു: പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ഈ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈ 7ാമത്തെ മൊഴിയുടെ പശ്ചാത്തലം ഒന്ന് ആഴമേറി നിമിഷങ്ങളിൽ കൂടെ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പുള്ള 6 മൊഴികളും ആ മൊഴികളിൽ നൽകുന്ന പൂർണ്ണത നമ്മൾ കാണണം. കരുണയുടെയും കൃപയുടെയും വാക്കുകൾ ആദ്യത്തെ 3 മൊഴികളിൽ കൂടെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യേശു അവിടെ ഒരു മഹാപുരോഹിതനായി നിന്നുകൊണ്ട് മനുഷ്യനെ ദൈവത്തോട് പരസ്പരമായി ബന്ധിപ്പിക്കുന്ന, അനുരൂപിച്ച് വഴി നടത്തുന്ന അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ പീഡാനുഭവത്തിൻ്റെയും പകരക്കാരൻ്റെയും വാക്കുകൾ മധ്യത്തിലെ 2 മൊഴികളിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ പകരക്കാരനായി പാപത്തിൻ്റെ പൂർണ്ണമായ ശാപവും ആത്മീയ വേദനയും യേശു അവിടെ അനുഭവിക്കുകയാണ്. ആ അനുഭവിക്കുമ്പോഴും വിജയത്തിൻ്റെ വാക്ക് 6ാമത്തെ മൊഴികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലവും നിവൃത്തിയായി, പാപത്തിൻ്റെ കടം പൂർണ്ണമായും വീട്ടപ്പെട്ടവനായി അവൻ പ്രഖ്യാപിച്ചു. ഇപ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഈ 7ാമത്തെ മൊഴിയിലൂടെ പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങുകയാണ്. അവിടെ പിതാവും പുത്രനും തമ്മിലുള്ള ആത്മീയമായ ഒരു ബന്ധത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവേ, 4ാമത്തെ മൊഴിയിൽ പാപത്തിന്റെ ഭാരം ചുമക്കുന്ന
ആ നിമിഷം യേശു എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാണ് നിലവിളിച്ചത്. എന്നാൽ ഇവിടെ ആ വേർപാടിൻ്റെ കാർമേഘങ്ങൾ നീങ്ങിയിരിക്കുന്നു. ബന്ധം വീണ്ടും ഊഷ്മളമായി. യേശു മരിക്കുന്നത് റോമൻ ഭരണകൂടത്തിൻ്റെയോ യഹൂദ ഗൂഢാലോചനയുടെയോ ഇരയായല്ല, മറിച്ച് തൻ്റെ പിതാവിൻ്റെ കൈകളിലേക്ക് മടങ്ങുന്ന പ്രിയ പുത്രനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം യേശുവിനറിയാം, എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ അത് സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സത്യം യേശു മനസ്സിലാക്കുകയാണ്. സത്യം പ്രായശ്ചിത്ത മരണം പൂർണ്ണമായതോടും പിതാവുമായുടെ ആഴമേറിയ കൂട്ടായ്മയുടെ തൽക്ഷണം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. രണ്ടാമതായി നമ്മളവിടെ കാണുന്നത് സ്വമേധയിലുള്ള ഒരു നിക്ഷേപമാണ്. അവിടെ യേശുനാഥൻ പറയുന്നു, ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സുരക്ഷിതമായ കരങ്ങളിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിക്കുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതായത് ഒരു ബാങ്കിങ് രംഗത്ത് സുരക്ഷിതമായ ഒരു നിക്ഷേപം വയ്ക്കുന്നതിന് പോലെ യേശുനാഥൻ തൻ്റെ പ്രാണനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടെ യേശുനാഥൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് ആർക്കും മോഷ്ടിക്കുവാനോ മരണത്തിന് തളച്ചിടുവാനോ കഴിയാത്ത സുരക്ഷിതമായ ഒരിടത്ത് നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ഒക്കെ തകർത്ത് ജയാളിയായി ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരും അതിനെ എന്നിൽ നിന്നും എടുത്തു കളയുകയില്ല, ഞാൻ തന്നെ അതിനെ വെക്കുന്നു. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചത് അവൻ്റെ ശാരീരികമായ ബലം അവസാനിച്ചു എന്നുള്ള അല്ല, മറിച്ച് തൻ്റെ ദൗത്യം പൂർണ്ണമായി എന്ന് കാണിക്കുവാനാണ്. മൂന്നാമതായി നമ്മൾ കാണപ്പെടുന്നത് ഒരു സുരക്ഷിതമായ ഒരു സംഗീതമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ തൃക്കരങ്ങളിൽ. ആ ദിവസം മുഴുവൻ യേശു പാപികളായ മനുഷ്യരുടെ കൈകളിൽ ആയിരുന്നു. അവന് ചാട്ടവാറുകൾ അടിച്ച പടയാളികളുടെ കൈകളിലായിരുന്നു. വിധി കൽപ്പിച്ച പീലാത്തോസിന്റെ കൈകളിലായിരുന്നു. തന്നെ പരിഹസിച്ച ജനക്കൂട്ടത്തിന്റെ കൈകളിലായിരുന്നു. എങ്കിലും യേശുവിന് പൂർണ്ണമായിട്ട് അറിയുവാൻ സാധിച്ചത്, ഞാൻ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഇവർക്കാർക്കും എന്നെ തകർക്കുവാനോ എന്നെ നശിപ്പിക്കുവാനോ സാധിക്കത്തില്ല. എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നിത്യജീവൻ, പ്രാണൻ എൻ്റെ പിതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാകുന്നു എന്നുള്ള ഒരു വലിയൊരു വിശ്വാസം യേശുവിനുണ്ടായിരുന്നു. എൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒത്തിരി വേദനകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ നാം മനസ്സിലാക്കുക, യേശുവിനെ ഒന്ന് നോക്കുവാനായിട്ട്, യേശുവിൻ്റെ ഈ തിരുമൊഴികളിൽ നാമും ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നെഞ്ചോട് ചേർത്ത് അണയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാണനും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഈ അവസാന മൊഴിയിലൂടെ അവൻ മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൈകളിലേക്ക് പ്രവേശിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ കൈകൾക്ക് മാത്രമേ രക്ഷകന്റെ ആത്മാവിനെ തുടർന്ന് രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും താങ്ങുവാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 7ാമത്തെ തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവനും ഇപ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിലെ വിശ്വാസം, മരിക്കുന്ന രക്ഷകനെ താങ്ങാൻ സൃഷ്ടാവിൻ്റെ കൈകൾ മതിയായതായിരുന്നു. എങ്കിൽ നിങ്ങളുടെ തകർന്ന ആരോഗ്യത്തെയും സാമ്പത്തികമായ പ്രതിസന്ധികളെയും ആശങ്കകളെയും
താങ്ങാനും ആ കൈകൾ മതിയായതാണ്. മരണത്തിലെ സമാധാനം. ഇനി നമുക്ക് മരണത്തിന്റെ ഇരുൾത്താഴ്വരയെ ഭയപ്പെടേണ്ടതില്ല. ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ പോലെ നമുക്കും പറയാം, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 59-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മരണം എന്നത് ഇരുളിലേക്കുള്ള ഒരു മടക്കി യാത്രയല്ല, പിതാവിൻ്റെ കൈകളിലേക്കുള്ള മടക്കി യാത്രയാണ്. യേശു തൻ്റെ ജീവിതം ആരംഭിച്ചത് പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വ്യാപൃതമായിക്കൊണ്ടാണ്. അത് അവസാനിപ്പിച്ചത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും അവൻ്റെ മഹത്വമായി ജീവിച്ചു തീർക്കാം. അങ്ങനെ നമ്മുടെ അവസാന ശ്വാസം വരെ യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ, യേശുവിനായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദാനങ്ങളും നന്മകളും കൃപകളുമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും 7ാമത്തെ മുകളിൽ നിന്നും ഇവിടെ വാങ്ങുന്ന ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മബന്ധത്തിൻ്റെ ശാന്തസ്വരത്തിനായി താതന്റെ മാർവിലായി ചാരിടുവാൻ ഒരു മാത്ര കണ്ണിമയിൽ കഷ്ടമായാലും നിത്യമായി ചേർത്തണയ്ക്കും ദൈവസന്നിധേ. കാലാവസാനം കൂടെ വാഴും സവിധേ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ